ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇന്നലെ നമ്മുടെ ന്യൂ മൂൺ കഴിഞ്ഞു ആൻഡ് ഇന്ന് ആക്ച്വലി 6/6 പൊട്ടലാണ്. ഓക്കെ, നമ്മുടെ 6th ജൂൺ അല്ലേ, ജൂണും നമ്മുടെ 6. സോ 6ന്റെ എനർജീസ് ഇന്ന് വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണും. ആക്ച്വലി ഇത് മാനിഫെസ്റ്റേഷനിൽ നല്ലൊരു ദിവസമാണെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഈ 6/6 എന്ന് പറയുമ്പോൾ ഒരു ലവിൻ്റെ കാര്യമാണ്. വീനസിൻ്റെ നമ്പറാണ് 6 ആൻഡ് റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണ്. സോ റിലേഷൻഷിപ്സിൽ ചില കാര്യങ്ങൾ അഫക്റ്റ് ആവാനുള്ള ചാൻസാണ്. നല്ലതും ആവാം, മോശവും ആവാം, രണ്ടും ആവാം. അത് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ബാലൻസിലിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മുടെ കാർഡ് എപ്പോഴും വരാറുണ്ട്. 6 എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാലൻസ് എന്ന് പറയും അല്ലേ, നമ്മൾ ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. സോ 6/6 പോർട്ടലിൻ്റെ ദിവസം നമുക്ക് അങ്ങനത്തെ ആ ഒരു മനസ്സിലാക്കുമ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരുന്ന കാര്യം പറയാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരും എന്ന് പറയാം, നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസിൽ ഒരു ബാലൻസ് വരും എന്നൊക്കെ പറയാം. ഓക്കെ, സോ 6/6 എനർജി ഇന്നുണ്ട്. ആൻഡ് എനിവേ നമ്പേഴ്സ് എങ്ങനെ റിപ്പീറ്റഡ് വരുമ്പോൾ തന്നെ ചില എനർജി ചേഞ്ചസ് ആണ്. സോ നല്ലതാണ് മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങാൻ ഇന്നത്തെ ദിവസം. ഓക്കെ, ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം എനർജി എന്തായിരിക്കും നിങ്ങളുടെ നോക്കാം. ആൻഡ് ഈ 6/6 പോർട്ടൽ തൊട്ടും അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് എനർജി ആൻഡ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, ടവർ കാർഡ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 8 of swords, sun card, high priestess, empress. Okay, 6 of wands and page of swords, hermit. Okay, ഇത് ഇവിടെ നിന്ന് ഫെമിനൈൻ എനർജി നല്ലോണം കാണുന്നുണ്ട്. ആക്ച്വലി നമ്മൾ 6 എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹം, ലവ്, ഫീലിങ്സ്, ആ രീതിക്ക് ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഫെമിനൈൻ എനർജി എന്ന രീതിക്ക് നമുക്ക് പറയാം അല്ലേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതലും ഫെമിനൈൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ സൈഡിനെ കുറിച്ച് പറയുന്നു എന്നെടുത്താൽ മതി. ഓക്കെ, ആ രീതിക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ ലോസിൻ്റെ കാര്യമാണ്. 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ചില 6 പറയുമ്പോൾ നമ്മൾ നോസ്റ്റാൾജിയ, നമ്മുടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി നമ്മൾ പറയാറുണ്ട്. 6 ഓഫ് കപ്സ് നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നു എന്ന രീതിക്കൊക്കെ നമ്മൾ പറയും അല്ലേ. പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നു, മിസ് ചെയ്യുന്നു എന്ന് പറയും. ഇപ്പോൾ ഇവിടെയും ഐ തിങ്ക് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തോ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചിലത് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ആ ഇമോഷണൽ ലോസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇമോഷണൽ ആയി പോകാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ ക്വീൻ ഓഫ് കപ്സും ഇമോഷണൽ തന്നെയാണ് പറയാം. നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആണ്. നിങ്ങൾ വളരെയധികം എല്ലാവരെയും കെയർ ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്നേഹമുണ്ട്. മേ ബി നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു വിഷമമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചിലവർക്ക് ഇവിടെ വളരെ ചുരുക്കം ചിലർക്ക് മേ ബി നിങ്ങളുടെ പാരൻറ്റ്, അമ്മ എന്ന രീതിയിൽ പറയാം, ആരെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫീലിംഗ് കൂടി ആയിരിക്കാം എന്ന് ചിലവർക്ക് കേട്ടോ. നിങ്ങൾ ഒരുപാട് അമ്മയായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, മദറുമായിട്ട് അറ്റാച്ച്ഡ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരെ നഷ്ടപ്പെട്ടതിൻ്റെ ചിലപ്പോൾ ഓർമ്മയിലായിരിക്കാം നിങ്ങളെന്ന്. ഓക്കെ, അത് മാത്രമല്ല ആക്ച്വലി നിങ്ങൾ വളരെയധികം മേ ബി മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് നഷ്ടങ്ങളെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ ടവർ കാർഡ് ഉണ്ട്. സോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ഒന്നും ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില മേ ബി ഇപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നടന്നിട്ടും ഉണ്ടാവാം. നിങ്ങൾ അങ്ങോട്ട് ആരെങ്കിലും ഒരുപാട് കെയർ ചെയ്തു, അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാം. ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ അകൽച്ചകൾ വന്നിട്ടുണ്ടാവാം, സെപ്പറേഷൻസ് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ചത് എന്തോ ഉണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. ഓക്കെ, അവിടെ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്. ഇവിടെ ക്വീൻ ഓഫ് വോൺസ് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പവറിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഈ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നതിന് പകരം ഇനി നെക്സ്റ്റ് ഐ തിങ്ക് നിങ്ങൾ മേ ബി ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യുമ്പോൾ, വിഷമങ്ങൾ ഗോത്രൂ ചെയ്യുമ്പോൾ ഫൈനലി നിങ്ങളൊരു ഗ്രോത്ത് നിങ്ങളുടെ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് എല്ലാം ലേഡീസ് എന്നല്ല, ജെൻസ് കൂടി ആവാം. നിങ്ങൾ ആ രീതിക്കും എടുക്കാം.
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പവറിലേക്ക് നിങ്ങൾ വരും. നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബെറ്റർ ആക്കണം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവാം. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, പാട്ട്, ആർട്ടിസ്റ്റിക് ടാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം. വരയ്ക്കലോ എന്തുമാവാം, എഴുതല്, വരയ്ക്കല്, എന്തുമാവാം. അങ്ങനെ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് കാര്യങ്ങളെ നമ്മൾ പറയില്ലേ, വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ചെയ്തെടുക്കാൻ ടാലൻസ് ഉണ്ട് എന്ന് പറയാം ഓരോ കാര്യത്തിനും. ഇവിടെ ചില മൈൻഡ് ബ്ലോക്കേജസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്, ഈ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങളുടെ മൈൻഡ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലോക്ക്ഡ് ആയി പോകും. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ഈ വിഷമങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. പക്ഷെ ദൈവം, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ 2 കാർഡ് നോക്കുക. ഇവിടെ ഇത് ഒരു കപ്പ് ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് അല്ലേ, പക്ഷെ നിങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ എംപ്റ്റി ആയിരിക്കുന്ന കപ്സിനെയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കപ്സിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ വീണ 3 കപ്പ് ഉണ്ട് ഇവിടെ, പക്ഷെ ബാക്കിൽ 2 നിൽക്കുന്നുണ്ട്, നിങ്ങൾ അതിനെ കാണുന്നില്ല, നിങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത്. ഓക്കെ, എപ്പോഴും ഈ കാർഡ്സിൽ നമ്മൾക്ക് അഡ്വൈസസ് ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് കാർഡിൽ പോലും നമുക്ക് അഡ്വൈസസ് ഉണ്ട്. നിങ്ങൾക്ക് വേറെ ചിലത് ഉണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് ചിലത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മൈൻഡ് ബ്ലോക്കേജസ് ആണ്, നിങ്ങളുടെ മൈൻഡാണ് ബ്ലോക്ക്ഡ് ആയി പോകുന്നത്. ഇവിടെ സണ്ണാണ് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ പറയാൻ തോന്നുന്നത് എന്താ അറിയോ, നിങ്ങൾ മനസ്സൊന്ന് കണ്ണ് നിങ്ങൾ കെട്ടിവെച്ച് ഒന്നും കാണുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ബ്ലെസ്സിങ്, നിങ്ങളുടെ മുമ്പിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അവനവനെ കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ശരിക്കും നടന്ന് പുറത്തിറങ്ങാവുന്നതേ ഉള്ളൂ. നിങ്ങളെ കൈയും കാലും കെട്ടിയിട്ടുണ്ട്, കൈ കെട്ടിയിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ കാല് നിങ്ങളുടെ ഫ്രീ ആണ്. ഓക്കെ, ഈ സോഡ്സ് ഇവിടെ ഇങ്ങനെ ചുറ്റുമുണ്ട്, പക്ഷെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇറങ്ങി നടക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ സ്വയം അവനവനെ പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വഴിയില്ല, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ വഴിയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനെ ബന്ധിച്ചിങ്ങനെ നിങ്ങളാണ് പെടുത്തി നിർത്തിയിരിക്കുന്നത്, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഞാനിവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഇവിടെ എനിക്കത് നെഗറ്റീവായിട്ട് പറയാനില്ല. ഐ തിങ്ക് ഇത് നിങ്ങളോട് ഒരു സ്പിരിച്വൽ പാത്തിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ കുറേ പേര് സ്പിരിച്വൽ ആയിരിക്കാം, ഓൾറെഡി സ്പിരിച്വൽ ജേണിയിലായിരിക്കാം, സ്പിരിച്വൽ പാത്തിലായിരിക്കാം, സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാറുണ്ടാവാം. ഓക്കെ, അത് ഫോളോ ചെയ്യുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേ ബി ഇന്നത്തെ ദിവസം കുറച്ചുകൂടി നിങ്ങളുടെ ഈ ഇൻറ്റ്യൂഷനൊക്കെ വളരെയധികം ഹൈറ്റൻഡ് ആവും എന്ന് പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കുന്നുണ്ട്, ഇന്ന് മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയാണ്. ഐ തിങ്ക് സ്പിരിച്വൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ, അതായത് പ്രേയേഴ്സും കാര്യങ്ങളും കേട്ടോ, പ്രേയർ, മെഡിറ്റേഷൻ, അങ്ങനെ നമ്മൾ ഒരുപാട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുക, അതാണ് സ്പിരിച്വൽ പാത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പവർ, അഗെയിൻ എംപ്രസ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് വരും, ആ ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വിട്ട്, ഇമോഷണൽ സൈഡ് വിട്ട് നിങ്ങൾ ലേശം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ തടഞ്ഞു വെക്കാതെ അവനവൻ്റെ ടാലൻസ് പുറത്ത് കൊണ്ടുവന്ന് നിങ്ങൾ പരിശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ പരിശ്രമിക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു, അപ്പോൾ നിങ്ങൾ പറയുന്നത് എൻ്റെ സാഹചര്യങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു, എൻ്റെ ഫാമിലി എന്നോട് പറയുന്നു ഇത് ചെയ്യേണ്ടെന്ന് പറയുന്നു, അങ്ങനെ ഓരോ കാര്യം. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സ്ക്യൂസ് ആണ്. ശരിക്കും നമുക്ക് അത്രത്തോളം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വഴികൾ നമുക്ക് കിട്ടും എന്നാണ്. ഓക്കെ, ഇവിടെ ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾക്ക്, ഫ്യൂച്ചറിൽ ബ്രൈറ്റ്നെസ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ തെളിഞ്ഞ് വരും, ബെറ്റർ ആവും എന്നൊക്കെയാണ്. നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് സക്സസ് എന്ന രീതിയിൽ ആക്ച്വലി നിങ്ങൾ വളരെ ചിലപ്പോൾ കരിയറിലൊക്കെ ഗ്രോത്ത് ആയിരിക്കാം ഇവിടെ കാണിക്കുന്നത്. കരിയറിൽ മാത്രമല്ല, ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങളെ ഒരു വളരെ മെച്ചുവേർഡായിട്ട് നിങ്ങൾ മെച്ചുവേർഡ് പേഴ്സണും ആയിരിക്കാം, അല്ലെങ്കിൽ മെച്ചുവേർഡ് രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് വരുന്നുണ്ട് എന്നാണ്, സക്സസ് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, പക്ഷേ ഈ സക്സസ് വരണമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരണം. ഓക്കെ, നിങ്ങൾ ഈ നഷ്ടങ്ങളെ കുറിച്ച് ഓർക്കൽ ഒന്ന് മാറ്റി വെച്ച് ഐ തിങ്ക്, പക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഐ തിങ്ക് ഇവിടെ മെത്തേഡ് സ്പിരിച്വൽ കാര്യങ്ങളാണ്, പ്രേയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ആക്ഷൻ എടുക്കാം. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങാം. കുറേ ഐ തിങ്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടാവും, ഇനിയിപ്പോൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾക്ക് മാച്ച് ആവും ഈ കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കരിയർ ഫീൽഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലം, നിങ്ങൾ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ, ഇങ്ങനെ എന്തുണ്ടെങ്കിലും ശരി, ഇതിലൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരാൻ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്.
ഏത് ഫീൽഡിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി സക്സസ് ഉണ്ട്. നിങ്ങൾ ഇത് വിക്ടറി എന്നാണ് പറയുക, വിക്ടറി കാർഡാണ്, സക്സസ് ആണ്, ട്രാവലിങ്ങിൻ്റെ കാർഡാണിത്. ചിലവർക്ക് മാരേജും കൂടിയാണ്, എംപ്രസും കൂടി ഉള്ളതുകൊണ്ട് മേ ബി ചിലവർക്ക് ഒരു മാരേജ് നടക്കും എന്ന രീതിക്കുമായിരിക്കാം. മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച ചിലപ്പോൾ നിങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അത് മേ ബി ഇനി മുന്നോട്ട് മേ ബി നിങ്ങൾക്കൊരു നല്ല ചാൻസ് ഒരു മാരേജിൻ്റെ വരുന്നുണ്ട്. കരിയറിൻ്റെ ഗ്രോത്തിൻ്റെ പറയാം, സീനിയർ ലെവലിലേക്ക് പൊസിഷൻ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് പറയാം. എന്തായാലും ശരി, ഇവിടെ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇനി. ഓക്കെ, നിങ്ങൾ ആലോചിച്ചിരുന്നത് മതി, നോക്കിയിരുന്നത് മതി, ഇനി ആക്ഷൻസ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മുടെ നിങ്ങളുടെ ഗൈഡൻസ് എന്താ യൂണിവേഴ്സ് ഇപ്പം തരുന്ന നോക്കാം. ഗൈഡൻസ് മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? സോറി, ഞാൻ എന്നെ ഷഫിൾ ചെയ്ത്. ഓക്കെ, ഷിസോഫ്രേനിയ, ഉറക്കമടക്കം പോയിട്ടിരിക്കുകയാണ്. ഓക്കെ, ടേണിങ് ഇൻ കാർഡ്, ഓർഡിനറിനെസ്, സ്ട്രെസ്, സപ്രഷൻ, participation and adventure, consciousness, intensity. ഓക്കെ, കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, കാര്യങ്ങൾ മുന്നോട്ട് സ്പീഡിൽ നടക്കാനുള്ള സാധ്യതയാണ്. സ്പീഡ് കൂടുമെന്ന് പറയാം. ഓക്കെ, ഓരോ കാര്യങ്ങൾ ഇതുവരെ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നി സ്ലോ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, സ്പീഡ് കൂടും ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുക. ആൻഡ് ഷിസോഫ്രേനിയ ആൻഡ് സ്ട്രെസ് രണ്ടും ഉണ്ട്. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങളെ ഓർത്തോർത്ത് നിങ്ങൾ ഒരുപാട് വറി ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്. ഈവൻ ഉറക്കമടക്കം പോകുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് പേടികളാണ്. ഓക്കെ, നഷ്ടപ്പെടുക എന്നുള്ള പേടിയായിരിക്കാം, എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടിയായിരിക്കാം. ഐ തിങ്ക് ആ പേടിയിൽ നിന്ന് ഓക്കെ നിങ്ങളൊന്ന് റിലീസ് ആവാനുണ്ട്. ടേണിങ് ഇൻ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മെഡിറ്റേഷൻ്റെ അഗൈൻ ഇവിടെ മെഡിറ്റേഷൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക. എന്താണ് ഞാൻ മാറ്റേണ്ടത്? പുറമേ എന്ത് മാറ്റണം നോക്കിയിട്ട് കാര്യമില്ല, അത് നമ്മളുടെ കയ്യിലല്ല. ഓക്കെ, പുറമേയുള്ള കാര്യങ്ങളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവനവനെ മാറ്റലാണ്. ഓക്കെ, മറ്റുള്ളവർ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യുന്നു നമുക്ക് അവിടെ കൺട്രോൾ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് നിങ്ങളെ മാത്രമാണ്. സോ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, ഞാൻ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, എൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് സക്സസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്താ ഞാൻ മാറ്റം വരുത്തണം, എൻ്റെ റൊട്ടീനിൽ മാറ്റം വരുത്തണോ, പഠിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണോ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. ജോലിയിലായാലും അതേപോലെ. ഓക്കെ, റിലേഷൻഷിപ്സ് ആയാലും ശരി, ബന്ധങ്ങളായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഓർഡിനറിനെസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇപ്പോൾ തോന്നുന്നുണ്ടാവും, ലൈഫിലൊരു പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, എല്ലാം സാധാരണ ഒരു ഇതാണ് എൻ്റെ ലൈഫിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത് എനിക്കിവിടെ ഈ പിക്ചർ കാണുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വെറും സാധാ ഇങ്ങനെ ഗ്രീൻ ഒരു ഇതാണ്, പക്ഷേ ഈ ഭാഗത്ത് നോക്കൂ നല്ല കളർഫുൾ ഫ്ലവേഴ്സൊക്കെയാണ് കാണുന്നത്. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം ഓർഡിനറി ആണ്, ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ ലൈഫിൽ എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ആ ഉള്ള വേറെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല എന്നാണ്. ഓക്കെ, നമ്മൾ നേരത്തെയും പറഞ്ഞു, നിങ്ങൾ വീണ കാര്യങ്ങളെ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആ വേറെ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. ആൻഡ് സപ്രഷൻ ഉണ്ട്. ഇത് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ. ഓക്കെ, അതിനെയൊക്കെ നിങ്ങൾ അടിച്ചമർത്തി വെക്കുകയായിരിക്കും. പക്ഷെ അതൊരു ദിവസം പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ പറയേണ്ട അവിടെ നമ്മൾ പറയണം, ചെയ്യേണ്ട അവിടെ ആക്ഷൻസ് എടുക്കേണ്ട അവിടെ എടുക്കണം എന്നൊക്കെയാണ്. പിന്നെ ചിലവർക്ക് നമ്മൾ ആ 8 ഓഫ് ഇതിൻ്റെ കാര്യം പറയാം, 8 ഓഫ് സോഡ്സിൻ്റെ ഒക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അതിൽ നിന്ന് പുറത്ത് വരണോ വേണ്ടേ എന്നുള്ളത് പക്ഷെ നിങ്ങളുടെ ചോയ്സാണ്. ഈ സപ്രഷനിൽ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഐ തിങ്ക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളോട് മേ ബി എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്താ പറയുക ആക്റ്റീവ് ആവുക എന്ന രീതിയിൽ പറയാം. എന്തും നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് മേ ബി മറ്റുള്ളവരോട് കൂടിച്ചേർന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചെയ്യാനുണ്ടാവാം. ആൻഡ് ഇവിടെ അഡ്വെഞ്ചർ, നിങ്ങളുടെ ലൈഫ് അഡ്വെഞ്ചർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി നേരത്തെയും ഐ തിങ്ക് എന്തോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതെന്തോ കണ്ടപ്പോലെ
ഇന്റൻസിറ്റി, യെസ്. നിങ്ങളുടെ കാര്യത്തിൽ സ്പീഡ് കൂടാൻ തുടങ്ങും, കാര്യങ്ങൾ ഒരു മാറ്റം. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ഒന്നുമില്ല ഇവിടെ, ഇല്ല എൻ്റെ ലൈഫ് വളരെ സിമ്പിളായിട്ട് ഒരു സാധാ ലൈഫാണ് എൻ്റെ എന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഐ തിങ്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ വരാനുള്ള അത് കാണുന്നുണ്ട്. ഒരു അഡ്വഞ്ചർ, നിങ്ങൾ അഡ്വഞ്ചറിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, എല്ലാം നല്ലത് വരട്ടെ, എല്ലാവർക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.